ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വമ്പൻ ട്വിസ്റ്റുകൾ വരികയാണ്. നമ്മൾ പറഞ്ഞു വെച്ചത് മുഴുവനും കടകംപള്ളിയിലേക്ക് അന്വേഷണ സംഘം പോകുന്നു എന്നുള്ളതാണ്. അന്വേഷണ സംഘം കടകംപള്ളിയിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് തന്നെയാണ്. പക്ഷെ അതിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരാൾ കൂടി കടന്നു വരികയാണ്. നടൻ ജയറാമാണിത്. എന്തുകൊണ്ടാണ് നടൻ ജയറാമിലേക്ക് അന്വേഷണം പോകുന്നത്? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയും SIT അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് അയക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായാലും അതിനു മുമ്പ് പത്മകുമാറിന്റെ വീട്ടിൽ SIT നടത്തിയിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന രേഖകൾ തന്നെയാണ് കണ്ടെടുത്തിട്ടുള്ളത്. അതായത് പത്മകുമാറിന്റെ വീട് എന്ന് പറയുന്നത് ഒരു പഴയ എട്ട് കെട്ട് എന്ന് പറയുന്ന ആ പഴയ സമ്പ്രദായത്തിലുള്ളതാണ്. അതിന്റെ നിലവറകൾ തുറന്ന SITയുടെ സംഘം ഞെട്ടി എന്നുള്ളതാണ്. SIT പറയുന്നത് കേട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഞെട്ടിക്കാനാണുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം പത്മകുമാർ അത്രത്തോളം വമ്പൻ സ്രാവ് തന്നെയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് പോലെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനുണ്ടായിരുന്ന ഒരു നീരസവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളുമൊക്കെയാണ്. പക്ഷെ അതിനുമൊക്കെ അപ്പുറം പത്മകുമാർ എന്ന് പറയുന്ന CPM നേതാവ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളാണ്. അപ്പോൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ എങ്ങനെയാണ് ഇത്രത്തോളം ആസ്തികൾ കിട്ടുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. SITയും അത് തന്നെയാണ് അന്വേഷിക്കുന്നത്. മാത്രമല്ല പത്മകുമാറിന്റെ ഭരണത്തിലിരിക്കെ തന്നെ ഒരു പലതരത്തിലുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 6 കോടിയോളം രൂപയുടെ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് അന്വേഷിക്കുകയും ഇത് CPM അറിയുകയും ചെയ്തതിനു ശേഷം ഇത് ചവിട്ടിപ്പിടിക്കുകയാണ് ഭരണകൂടം ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും വലിയൊരു കാര്യം ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ CPM അത് മെല്ലെ പോക്കിനായിട്ട് ചവിട്ടിപ്പിടിച്ചത്. എന്തായാലും ആറന്മുളയിലെ കീച്ചമ്പറമ്പിൽ വീട്ടിൽ 12 മണിക്കൂറാണ് റെയ്ഡ് നടത്തിയത് SIT. ഈ 12 മണിക്കൂർ നടത്തിയിട്ടുള്ള റെയ്ഡിൽ നിർണായകമായിട്ടുള്ള രേഖകൾ തന്നെയാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. CIയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് അടങ്ങുന്ന ഒരു സംഘമാണ്, 7 അംഗ സംഘമാണ് വീട് അരിച്ചു പെറുക്കിയത്. പൂർണ്ണമായിട്ട് വീട് അടച്ചൊക്കെ ഇട്ടു. അതിനുശേഷമാണ് ഈ റെയ്ഡ് നടത്തിയത്. 2019 ശേഷമുള്ള പത്മകുമാറിന്റെ സകല സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും ഈ വീട്ടിലെ റെയ്ഡിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. ആധാരങ്ങളുണ്ട്, ബാങ്ക് പാസ്ബുക്കുകളുണ്ട്, മൊബൈൽ ഫോണുകൾ അടക്കമുണ്ട്. ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ആയ ശേഷം കുടുംബം 3 ഇടങ്ങളിലാണ് ഭൂമി വാങ്ങിയിട്ടുള്ളത്. കീച്ചമ്പറമ്പിൽ വീടിന് സമീപം 2 നിലയുള്ള ഒരു വ്യാപാര സമുച്ചയം തന്നെ ഈ പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്വന്തം പേരിലോ ഭാര്യയുടെ പേരിലോ ഭൂമിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വാങ്ങിയതായിട്ടുള്ള രേഖകൾ, കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യവുമല്ല. കോന്നി മേഖലയോട് ചേർന്നിട്ടുള്ള 30 ഏക്കർ റബ്ബർ തോട്ടം പ്രസിഡന്റായ ശേഷം വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാണ് എന്നുള്ളതാണ്. ഈ റബ്ബർ തോട്ടം വിറ്റത് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ എപ്പോഴെങ്കിലും താൻ പിടിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പണം എന്ന് പറയുന്നത് തോട്ടം വിറ്റ വകയിൽ തനിക്ക് ലഭിച്ചതാണ് എന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ്. അപ്പൊ മുൻകൂട്ടി കാണുന്നുണ്ട്, ഇൻ കേസ് എപ്പോഴെങ്കിലും ഒരു അന്വേഷണം വരികയും അതിൽ താൻ പിടിക്കപ്പെടുകയും ചെയ്തിരുന്നാൽ ആ പിടിക്കപ്പെടുന്നതിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു ലൂപ്പ് ഹോൾ അവിടെ ഉണ്ടാക്കിയിടുന്നുണ്ട് പത്മകുമാർ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ. അപ്പൊ സ്വർണ്ണ കൊള്ളയില് തനിക്ക് മാത്രമൊന്നുമല്ല പങ്ക്, അത് തെളിയിക്കുന്ന രേഖകൾ വീട്ടിലുണ്ട് എന്ന് കൂടി പത്മകുമാർ പറയുകയും ചെയ്തു. മാത്രമല്ല പത്മകുമാർ പറയുകയും ചെയ്തതാണ്, താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താൻ വാ തുറന്നിട്ടുണ്ടെങ്കിൽ പല ഈശ്വര സമാനമായിട്ടുള്ള മുഖങ്ങളും ബിംബങ്ങളും ഒക്കെ അടർന്ന് വീഴുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടുന്ന ചില കളികളാണ് പത്മകുമാർ കളിച്ചത്. കാരണം തന്നിലേക്ക് അന്വേഷണം വരാതിരിക്കാൻ മാക്സിമം പത്മകുമാർ ശ്രമിച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെ ആ ശ്രമം വെറും വാക്ക് പോലെയായി, അത് വീൺവാക്ക് പോലെയായി, അത് നടന്നില്ല എന്നുള്ളതാണ്. ഗോവിന്ദ മാസ്റ്റർ അതിനിടയിൽ പറയുകയും ചെയ്തു, ആരെ പിടിച്ചാലും പ്രശ്നമില്ല, അന്വേഷണം അതിന്റെ വഴിക്ക് പോകട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു ഭയവുമില്ല എന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. അതായത്
പത്മകുമാറിലെങ്കിലും ഈ ഒരു വിഷയം ഒതുങ്ങണം. അതുമല്ല കൂടിപ്പോയാൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് മാത്രമായിട്ട് ഇത് ഒതുങ്ങി നിൽക്കണം എന്നുള്ളത് കൂടി പാർട്ടിയുടെ ഒരു വെപ്രാളമാണ്. കാരണം പലതരത്തിലുള്ള ആരോപണങ്ങളിൽ പെട്ടു നിൽക്കുകയാണ് പാർട്ടി. അതിനിടയിൽ ഈ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പാർട്ടിയെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസർ ആയിട്ട് ഈ ശബരിമല കൊള്ള മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മുഖം രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയല്ലാതെ മറ്റൊരു വഴിയും പാർട്ടിക്ക് മുൻപിൽ കാണുന്നില്ല. പാർട്ടി ഇനി കുറച്ചു കാലത്തേക്ക് ഇവരെയെല്ലാം കൈവിട്ട് നിൽക്കുകയാണ് ചെയ്യുക. പക്ഷെ സ്വാഭാവികമായും പിന്നീട് ഇവരെയൊക്കെ എന്തുകൊണ്ടും എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. എന്തായാലും അറസ്റ്റ് ഉറപ്പായ സാഹചര്യത്തിൽ വക്കീലിന് നൽകാൻ ശേഖരിച്ചു വെച്ചിട്ടുള്ള രേഖകളാണിവ എന്നുകൂടി സൂചനകൾ വരുന്നുണ്ട്. പരിശോധനയൊക്കെ ആരംഭിച്ച് അധികം കഴിയും മുമ്പേ തന്നെ ഈ രേഖകളൊക്കെ കണ്ടെത്തിയെങ്കിലും കൂടുതൽ തെളിവുകളൊക്കെ തേടിയിട്ടാണ് പല വീടും സമീപ സ്ഥലങ്ങളിലും ടോയ്ലറ്റിലും അടക്കമുള്ള എല്ലായിടവും അന്വേഷണ സംഘം അരിച്ചു പെറുക്കിയത്. ഇനി ഇതിലേക്ക് വരുന്നത് നടൻ ജയറാമാണ്. നടൻ ജയറാമിനെ സാക്ഷിയായിട്ട് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉൾപ്പെടുത്തുകയുണ്ടായി. സാക്ഷികളിൽ നിന്ന് വിശദ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സാക്ഷിമൊഴി ശേഖരിക്കുന്നതിന് സൗകര്യമുള്ള ദിവസം മുൻകൂട്ടി അറിയിക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ആ തീയതിയിൽ സമയത്തും എത്തണമെന്നാണ് ജയറാമിന് നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ജയറാം ഇതിലേക്ക് കൂടുതൽ അന്വേഷണം വേഗത്തിലാക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ജയറാമിലേക്ക് കൂടി അന്വേഷണം പോകുന്നത്. ജയറാമിലേക്ക് അന്വേഷണം പോകുമ്പോൾ അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തും എന്നുള്ളത് അറിയില്ല. അദ്ദേഹത്തിന്റെ പക്കലേക്ക് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്, തനിക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളത് അദ്ദേഹം മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കേസിൽ കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യുന്നുണ്ട്. 2019 അതിനുശേഷവും ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നവരുടെ പേഴ്സണൽ സ്റ്റാഫ്, പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, അന്നത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീകുമാർ, ബോർഡ് അംഗം ശങ്കർ ദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും മരാമത്ത് മുൻ ഓവർസിയറുമായിട്ടുള്ള സുനിൽ കുമാർ എന്നിവരെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവരിൽ നിന്നെല്ലാം വേണ്ടുവോളം ഉള്ള തെളിവുകളെല്ലാം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് പത്മകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്തതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ തന്നെയാണ്. അതായത് ഒരു കാലഘട്ടം മുഴുവനും നടത്തിയിട്ടുള്ള കൊള്ളയുടെ സകല ഡീറ്റെയിൽസും പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് SITക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ കേസ് അന്വേഷണം എന്തായാലും കൂടുതൽ ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അതിനല്ലാതെ വേറെ വഴിയില്ല. മെല്ലെ പോക്കാനോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ചവിട്ടിപ്പിടിക്കാനോ ഒന്നും ഇതിൽ കഴിയില്ല. കാരണം കൃത്യമായിട്ട് കോടതി ഇടപെട്ട് ഇന്ന ആളുകൾ ഇന്ന കാര്യങ്ങളിൽ അന്വേഷണം കൃത്യമായി നടത്തി അതിൻ്റെ രേഖകൾ സഹിതം സമർപ്പിക്കണം, കോടതിക്ക് മുമ്പാകെ ബോധിപ്പിക്കണം എന്നുള്ളത് ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും ചവിട്ടിപ്പിടിക്കാനും കഴിയില്ല. കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് തന്നെ സർക്കാരിനും ഇതിൽ യാതൊരു കാര്യവും ചെയ്യാൻ സാധിക്കുകയുമില്ല. ഇതുവരെ 6 അറസ്റ്റുകളാണ് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഒക്ടോബർ 16 ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത്. 23 മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും നവംബർ 1 മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെയും 6 മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിനെ 11 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ ഈ 20 അറസ്റ്റ് ചെയ്തത്. പ്രതിപട്ടികയിൽ ശേഷിക്കുന്നവരെ മുഴുവൻ ഈ ആഴ്ച ചോദ്യം വിളിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കാര്യങ്ങളുടെ പോക്ക് അത്ര സുഖകരമായ രീതിയിലല്ല. SIT കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതല്ലാതെ അവർക്ക് മുമ്പിലും ഒരു വഴിയില്ല. പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ കാര്യത്തിൽ കോടതി ഇടപെട്ട് അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ പിണറായിക്കും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.